നമസ്കാരം. ന്യൂസ് റൂം ലൈവ് തുടരുന്നു. ആദ്യം ഈ വാർത്തകൾ വിശദമായി. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടത് മുന്നണിക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച് വെള്ളാപ്പള്ളി നടേശൻ. ഇടത് സ്ഥാനാർത്ഥിയുടെ ജയം ഉറപ്പാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന NDA കൂട്ടായ്മ ഇപ്പോഴില്ലെന്നും വെള്ളാപ്പള്ളി ന്യൂസ് 18നോട് പറഞ്ഞു. ഇടതുപക്ഷത്തിനെ വോട്ട് ചെയ്യുള്ളൂ. 2-3 ഘടകങ്ങൾ നോക്കിയാൽ മതി. ഇടതുപക്ഷം ജയിച്ചാൽ ഭരണത്തിൻ്റെതായ ഗുണങ്ങൾ അവിടെ കിട്ടും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചതുഷ്കോണ മത്സരം നടന്ന ചെങ്ങന്നൂരിൽ BJP സ്ഥാനാർത്ഥിക്ക് SNDPയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു. എന്നാൽ ഇനി കാര്യങ്ങൾ അങ്ങനെയല്ല. ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ചെങ്ങന്നൂരിൽ വോട്ടറാണെങ്കിൽ ആർക്ക് വോട്ട് നൽകുമെന്ന ചോദ്യത്തിന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നൽകിയ മറുപടിയാണത്. ഇപ്പോൾ കോൺഗ്രസോ BJPയോ ആര് ജയിച്ചാലും എന്ത് ചുക്ക് ചെയ്യാനാണ്? ഒന്നും ചെയ്യാനില്ല. പക്ഷെ അതിനേക്കാൾ നല്ല ഭരിക്കുന്നവൻ ചെയ്താൽ എന്തെങ്കിലും ഗുണമുണ്ടാകും എന്ന് ജനങ്ങൾ സ്വാഭാവികമായി ചിന്തിക്കും. അതിനെല്ലാം ഉപരി കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും എന്തുകൊണ്ടും പാർട്ടിയുടെ നില വളരെ മെച്ചപ്പെട്ട ഒരു നിലയാണ് ചെങ്ങന്നൂരിലുള്ളതെന്നാണ് എൻ്റെ വിലയിരുത്തൽ. കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥി 42,000-ൽ പരം വോട്ടുകൾ നേടിയത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ കൂട്ടായ്മ ഇന്നില്ല. ഇടതുപക്ഷത്തിന് വിജയിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളതെന്നും വെള്ളാപ്പള്ളി. BDJSന്റെ ശക്തമായ ഒരു പിൻബലം, അതോടൊപ്പം തന്നെ BJP അങ്ങനെ കൂട്ടായ്മയിലൂടെ കിട്ടിയ വോട്ടാണ്. ആ കൂട്ടായ്മയുടെ ശക്തി ഇന്ന് BJPക്ക് കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു BJP സ്ഥാനാർത്ഥി നിന്നാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ട് ആരെ നിർത്തിയാലും BJPക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് എനിക്ക് ഇപ്പോഴത്തെ നിലയിൽ എനിക്ക് പറയാൻ സാധിക്കുന്നത്. NDAയിൽ BDJSന് വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല. BJP സ്ഥാനാർത്ഥി ആരാണെങ്കിലും കഴിഞ്ഞ തവണ ലഭിച്ച വോട്ട് ഇത്തവണ ഉണ്ടാവില്ലെന്നും വെള്ളാപ്പള്ളി ഉറപ്പിക്കുന്നു. പക്ഷെ NDA നിൽക്കുന്നു എന്ന് പറയാമെങ്കിലും ഒരു NDA സംവിധാനത്തിനകത്ത് BDJS എന്തുമാത്രം അവരെ ഉൾപ്പെടുത്തി എന്നുള്ള ഒരു ആത്മപരിശോധന നടത്തിയാൽ അത് വേണ്ടത്ര ഇല്ല എന്ന് പറയേണ്ടി വരും. താൻ ചെങ്ങന്നൂരിലെ ഒരു വോട്ടറാണെങ്കിൽ ഇത്തവണത്തെ തന്റെ വോട്ട് ഇടതുപക്ഷത്തിന് നൽകുമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അതായത് SNDPയുടെ വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് ചരിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കണിച്ചുകുളങ്ങരയിലെ വെള്ളാപ്പള്ളിയുടെ വസതിയിൽ നിന്നും ക്യാമറമാൻ PK പ്രശാന്തിനൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. അതേസമയം വെള്ളാപ്പള്ളിയുടെ പിന്തുണ BJPക്ക് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് BJP നേതാവ് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള പറഞ്ഞു. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെക്കാൾ ശക്തനായ സ്ഥാനാർത്ഥി ഇത്തവണ BJPക്കായി മത്സരിക്കുമെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. സമഗ്രമായി BJPക്ക് വോട്ടുകൾ സമാഹരിക്കാൻ സാധിക്കും. അതിന് തീർച്ചയായിട്ടും NSSന്റെ 139 മണ്ഡലത്തിൽ വ്യത്യസ്തമായ നിലപാട് ചെങ്ങന്നൂരിൽ അവർ സ്വീകരിച്ചു. 140-ൽ ഒരൊറ്റ മണ്ഡലത്തിൽ. അതെല്ലാം കൂടെ ചേർന്നാണ്. അതിന്റെ പേരിൽ അവരെ എല്ലാം ഞാൻ മാനിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, BJP ഞാൻ മാത്രമല്ല, എന്നേക്കാൾ കഴിവിട്ട നേതാക്കന്മാരുണ്ട്. തീർച്ചയായും കഴിഞ്ഞ തവണത്തെക്കാൾ കുറച്ചുകൂടി കഴിവുള്ള ഒരു നേതാവ് സ്ഥാനാർത്ഥിയായിട്ട് അവിടെ വരും. ഞങ്ങൾക്ക് നല്ല നേട്ടമുണ്ടാക്കാൻ സാധിക്കും, വിജയിക്കാൻ സാധിക്കും. വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിന്റെ മനസ്സിൽ തീർച്ചയായും BJP ജയിച്ചു വരേണ്ട ഒരു സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഉള്ളിൽ അദ്ദേഹം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് ബോധ്യം. ഹാദിയ കേസിൽ സുപ്രീംകോടതിയുടെ നിർണായക ഇടപെടൽ. ഹാദിയയുടെ വിവാഹത്തെ ചോദ്യം ചെയ്യാനാവില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. NIA അന്വേഷണത്തിൽ വിവാഹബന്ധം ഉൾപ്പെടുത്തേണ്ട. വിവാഹത്തിന് പിന്നിലെ ക്രിമിനൽ ഗൂഢാലോചനയെപ്പറ്റി പരിശോധിക്കുന്നത് തെറ്റായ കീഴ്വഴക്കമുണ്ടാക്കും. ആരെ വിവാഹം കഴിക്കണമെന്നത് വ്യക്തിപരമായ തെരഞ്ഞെടുപ്പാണെന്നും സുപ്രീംകോടതി പറഞ്ഞു. NIA അന്വേഷണം സംബന്ധിച്ച ഷെഫിൻ ജഹാന്റെ ഹർജിയിൽ ഹാദിയയെ കക്ഷി ചേർത്തു. M ഉണ്ണികൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഉണ്ണി, വിവാഹം റദ്ദാക്കിയ ഹൈക്കോടതി നടപടി റദ്ദാക്കാതെയാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് കോടതി. എന്തൊക്കെയാണ് ഇന്ന് കോടതി ചൂണ്ടിക്കാട്ടിയത്? ആദ്യമേ പറയട്ടെ, സുപ്രീം കോടതിയുടെ ഒരു അന്തിമമായ വിധിയല്ല. സുപ്രീം കോടതി ഇന്ന് കേസിൽ വാദം കേൾക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനിടെയാണ് കേസിൽ തന്നെ വഴിത്തിരിവാകുന്ന നിരവധി നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ആദ്യ കേസിൽ നേരത്തെ ഉണ്ടാകാത്തത്രയും ശ്രദ്ധേയമായ നിരീക്ഷണങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ നടപടികളുടെ വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ കേസിൽ കോടതി പറഞ്ഞിരിക്കുന്നത് ഹാദിയെ തന്നെ കോടതിയിൽ നേരിട്ട് വന്ന് പറഞ്ഞിരിക്കുന്നത് ഷെഫിൻ ജഹാനുമായി താൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഷെഫിൻ ജഹാനും അക്കാര്യം തന്നെ പറയുന്നു. അങ്ങനെ രണ്ടുപേർ വന്ന് പറയുമ്പോൾ കോടതിക്ക് ഇതിൽ എന്താണ് ചെയ്യാൻ കഴിയുക? വിവാഹത്തെ പറ്റി NDAക്ക് അന്വേഷണം നടത്താനാകില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. രണ്ടുപേർ തമ്മിലുള്ള വിവാഹം എന്നത് അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ തിരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന കാര്യമാണ്. അതിൽ കോടതിക്ക് എങ്ങനെ ഇടപെടാൻ കഴിയും? അങ്ങനെ പറയുമ്പോൾ കോടതി എന്ത് ചെയ്യുമെന്നാണ് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ നേതൃത്വത്തിലുള്ള
ബെഞ്ച് ചോദിച്ചിരിക്കുന്നത്. മാത്രമല്ല ഹൈക്കോടതിക്ക് ഹേബിയസ് കോർപ്പസ് ഹർജിയുടെ അടിസ്ഥാനത്തിൽ വിവാഹം റദ്ദാക്കാൻ കഴിയുമോ എന്നതാണ് ഈ പരിഗണനയിലുള്ള വിഷയം. അങ്ങനെ വിവാഹം റദ്ദാക്കാൻ കഴിയുമോ എന്നത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ കൂടി കോടതി ഇന്ന് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെയുള്ള ഇടക്കാല ഉത്തരവിൽ NIAക്ക് അന്വേഷണത്തിനുള്ള അനുമതി നൽകിയിരുന്നു. ഈ അനുമതിയിലെ വ്യവസ്ഥകളെ ഷെഫീൻ ജഹാന്റെ അഭിഭാഷകൻ ഇന്ന് ചോദ്യം ചെയ്തെങ്കിലും കോടതി പറഞ്ഞത് അന്വേഷണവും വിവാഹവും. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക് പോകേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത് ടേപ്പ് പരിശോധിച്ചാൽ അറിയാമല്ലോ. ടേപ്പ് പരിശോധിച്ചാൽ ഗവർണറുടെ സ്പീച്ചും ഈ പ്രിന്റിംഗ് ഇതുകൊണ്ട് ഞാൻ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഏതെല്ലാം പാരഗ്രാഫ് വിട്ടുപോയിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് അത് വേറൊരു ഇഷ്യൂമാണ്. ഞങ്ങൾ അംഗീകരിക്കുന്നില്ല വേറൊരു ഇഷ്യൂമാണ്. ഞാനതിൻ്റെ നിയമപരമായ വശങ്ങളാണ് പറഞ്ഞത്. ഞങ്ങൾ അതുപോലെ ഈ നയത്തെ ഞങ്ങൾ ഇവരുടെ നയപ്രഖ്യാപനത്തിൽ ഒരു നയവും ഇല്ല. നയപ്രഖ്യാപനം ഞങ്ങൾ ടോട്ടലി റിജക്റ്റ് ചെയ്യുന്നുണ്ട്. സ്പെസിഫിക്കായി ഈ ഞങ്ങൾ നിയമപരമായ പ്രശ്നങ്ങളാണ് പറയുന്നത്. ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു നോക്കിയിട്ട് വേണം മറ്റു കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാൻ. ഏതായാലും സംസ്ഥാന ഗവൺമെന്റിന്റെ ഈ നടപടി അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമാണ്. അത് ഈ ഒരു ഏത് വരിയാണെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹം വിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഗവർണറോട് പറഞ്ഞത് ഇത് നിയമസഭാ പ്രൊസീഡിങ്സിന്റെ ഭാഗമാകണമെങ്കിൽ ആകാൻ കഴിയില്ല എന്നുള്ള കത്ത് ഞാൻ കൊടുത്തതിന്റെ കാര്യമാണ്. തീർച്ചയായിട്ടും പൊളിറ്റിക്കലായി കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള ചില പരാമർശങ്ങളാണ് ഇതിൽ നിന്ന് ഒമിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് ഗൗരവമായ നടപടിയാണ്. വെറും ഒരു വായനക്കാരനല്ല. അതെ, അതൊക്കെ പക്ഷേ ഭരണഘടനാപരമായി നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം അദ്ദേഹം നിറവേറ്റാൻ ബാധ്യസ്ഥനാണ്. ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗവർണർ ആ പ്രസംഗം വായിക്കാൻ ബാധ്യസ്ഥനാണ് എന്നുള്ളതാണ് നമ്മുടെ കീഴ്വഴക്കം. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയായിരുന്നു തിരുവനന്തപുരത്ത്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ നിലപാട് ആവർത്തിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തിൽ പാർട്ടിക്ക് സീറ്റ് കുറയ്ക്കാൻ CPM ബോധപൂർവം ശ്രമിച്ചതായി CPI തിരുവനന്തപുരം ജില്ലാ സംഘടനാ റിപ്പോർട്ട്. ഓഖി ദുരന്തത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ഇടപെടുന്നതിൽ സർക്കാരിന് വീഴ്ചയുണ്ടായി. ലോ അക്കാദമി സമരം പൊളിക്കാൻ SFI കൂട്ടുനിന്നെന്നും വിമർശനം. വിവരങ്ങളുമായി ബിജു ഗോപിനാഥ് ചേരുന്നു. ബിജു, സമ്മേളനത്തിന്റെ കഴിഞ്ഞ ദിവസവും വലിയ വിമർശനങ്ങളാണ് ഉയർന്നത് സർക്കാരിനെതിരെ. CPI മന്ത്രിമാർക്കെതിരെ തന്നെയും ഇന്ന് എന്തൊക്കെ വിമർശനമാണ് ഉയർന്നത്? രേണുക, ഇത് രണ്ടാമത്തെ ദിവസമാണ് CPI ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും CPM-നും അതുപോലെ തന്നെ സർക്കാരിനുമെതിരെയാണ് ഇന്നത്തെ വിമർശനം എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം പ്രതിനിധികൾ ആരും തന്നെ ഇന്ന് രാവിലെ സമ്മേളന ഹാളിലേക്ക് കയറിയതിനു ശേഷം പുറത്തേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ചർച്ചയുടെ മുഴുവൻ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. പക്ഷേ അതേസമയം തന്നെ ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൽ ആണ് ഇപ്പോൾ പ്രധാനമായും ലോ അക്കാദമി സമരവുമായി ബന്ധപ്പെട്ട് CPM-നും SFI-ക്കുമെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ സംഘടനാ റിപ്പോർട്ടിൽ ഉയർത്തിയിരിക്കുന്നത്. കേരളമാകെ, പ്രത്യേകിച്ച് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹമാകെ ശ്രദ്ധിച്ച ഒരു സമരമായിരുന്നു ലോ അക്കാദമി സമരം. എന്നാൽ ഈ ലോ അക്കാദമി സമരത്തിൽ മാനേജ്മെന്റിനൊപ്പം ഉള്ള നിലപാടാണ് SFI-യും സംസ്ഥാന സർക്കാരും CPM-ഉം സ്വീകരിച്ചത് എന്നുള്ള ഒരു വിമർശനമാണ് ഉയർത്തുന്നത്. അതോടൊപ്പം തന്നെ മാനേജ്മെന്റുമായി ചേർന്നുകൊണ്ട് വിദ്യാർത്ഥികൾ നടത്തിയ സമരം പൊളിക്കുന്നതിന് വേണ്ടി SFI-യും CPM-ഉം കൂട്ടുനിന്നു എന്നുള്ള വിമർശനമാണ് റിപ്പോർട്ടിൽ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സമരത്തിൽ BJPക്ക് ഇടപെടാൻ അവസരമുണ്ടാക്കിയതും CPM-ന്റെ നിലപാടാണ് എന്നുള്ള ഒരു വിമർശനം കൂടിയുണ്ട്. അതായത് CPM-നെയും SFI-യെയും സർക്കാരിനെയും ലോ അക്കാദമി സമരവുമായി ബന്ധപ്പെട്ട് കടന്നാക്രമിക്കുന്ന ഒരു സമീപനമാണ് ഇന്നിപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ള സംഘടനാ രേഖയിൽ അല്ലെങ്കിൽ സംഘടനാ റിപ്പോർട്ടിൽ പ്രധാനമായുള്ളത്. അതോടൊപ്പം തന്നെ ഓഖി ദുരന്തവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഇടപെടൽ ശരിയായില്ല, സർക്കാർ ഇടപെട്ടത് വൈകിപ്പോയി എന്നുള്ള ഒരു വിമർശനവും ഇന്ന് ഇപ്പോൾ അവതരിപ്പിച്ച രേഖയിൽ വിവരങ്ങൾ നൽകിയത്. CPI തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ രണ്ടാം ദിവസവും സർക്കാരിനെതിരെയും CPM-നെതിരെയും രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത്. ശ്രീജീവിന്റെ കസ്റ്റഡി മരണത്തെക്കുറിച്ച് CBI തിരുവനന്തപുരം യൂണിറ്റ് അന്വേഷിക്കും. നാളെ കേസ് രജിസ്റ്റർ ചെയ്യും. ഇത് സംബന്ധിച്ച് വിജ്ഞാപനം ഇറങ്ങി.
അന്വേഷണ കാര്യത്തിൽ വ്യക്തത വന്നാൽ സമരം പിൻവലിക്കുമെന്ന് ശ്രീജീവിന്റെ സഹോദരൻ ശ്രീജിത്ത് പറഞ്ഞു. വി അരുൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, സിബിഐയുടെ തിരുവനന്തപുരം യൂണിറ്റാണ് ശ്രീജീവിന്റെ കസ്റ്റഡി മരണം അന്വേഷിക്കുക. ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറങ്ങി. നാളെ തന്നെ സിബിഐ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും. നേരത്തെ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം നടത്തുന്ന ശ്രീജീവിന്റെ സഹോദരൻ ശ്രീജിത്തിന്റെ പ്രധാന ആവശ്യം സിബിഐ അന്വേഷണം തുടങ്ങിയത് തനിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്നായിരുന്നു. ഇപ്പോൾ നാളെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യത്തിൽ അത്തരം കാര്യത്തിൽ വ്യക്തത കൈവരും. അങ്ങനെയാണെങ്കിൽ സമരം അവസാനിപ്പിക്കുമെന്ന് ശ്രീജിത്തും വ്യക്തമാക്കുന്നു. വർഷങ്ങളോളം തുടർന്ന ഒരു സമര പോരാട്ടത്തിനാണ് ഇതോടെ അവസാനമാവുക. സഹോദരന്റെ കസ്റ്റഡി മരണത്തിൽ ഉത്തരവാദികളായ പോലീസുകാർക്ക് നടപടി ആവശ്യപ്പെട്ടാണ് ശ്രീജിത്ത് സമാനതയില്ലാത്ത സമരം ആരംഭിച്ചത്. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും രണ്ട് സർക്കാരുകൾ, കഴിഞ്ഞ സർക്കാരും അതിനുശേഷം വന്ന ഈ ഇപ്പോഴത്തെ സർക്കാരും അതിന് തയ്യാറായില്ല. പിന്നീട് സമരം ഇത്രയും ശക്തമായതോടുകൂടിയാണ് സർക്കാർ വിഷയത്തിൽ ഇടപെടുകയും സിബിഐ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സിബിഐ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കാൻ പോകുന്നത്. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. പത്മാവത് സിനിമയുടെ റിലീസ് തടയണമെന്ന സംസ്ഥാനങ്ങളുടെയും കർണി സേനയുടെയും ഹർജികൾ സുപ്രീംകോടതി തള്ളി. നേരത്തെയുള്ള ഉത്തരവ് മാറ്റാനാകില്ല. കോടതിയുടെ ഉത്തരവ് ആദ്യം പാലിക്കണമെന്നും കോടതി സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. എം ഉണ്ണികൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഉണ്ണി, ഇതിൽ ഒരുപാട് പേരുടെ ആത്മാഹുതിക്ക് ഇത് കാരണമാകും എന്നതൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഇതെല്ലാം തള്ളുകയായിരുന്നോ കോടതി? രേണുക, പത്മാവതിയുടെ പ്രദർശനം വിലക്കുന്നതിനുള്ള അവസാനവട്ട ശ്രമമാണ് രണ്ട് സംസ്ഥാനങ്ങളും ഈ സിനിമയെ എതിർക്കുന്ന കർണിസേനയും നടത്തിയിരുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സുപ്രീം കോടതി സിനിമ പ്രദർശിപ്പിക്കുന്നതിനെ ഉള്ള നിരോധനം നീക്കിയിരുന്നത്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് രാജസ്ഥാൻ, മധ്യപ്രദേശ് സർക്കാരുകളും കർണിസേനയും കോടതിയെ സമീപിച്ചത്. എന്നാൽ ഈ ഹർജികൾ രൂക്ഷ വിമർശനത്തോടെ സുപ്രീം കോടതി ഇന്ന് തള്ളിയിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പാക്കുകയാണ് സർക്കാരുകൾ ചെയ്യേണ്ടത്, അല്ലാതെ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വീണ്ടും കോടതിയെ സമീപിക്കുകയല്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അതായത് പത്മാവതി സിനിമ നിശ്ചയിച്ചതുപോലെ തന്നെ 25-ാം തീയതി റിലീസാകാനുള്ള എല്ലാ വഴികളും ഒരുങ്ങിയിരിക്കുകയാണ്. റിലീസിന് ഇനി സിനിമ റിലീസാകുമ്പോൾ അക്രമം ഉണ്ടാവുകയാണെങ്കിൽ അത് തടയാൻ സംസ്ഥാനങ്ങൾ നടപടി സ്വീകരിക്കണം. സിനിമ കാണാൻ പോകുന്നവർക്ക് സുരക്ഷ ഒരുക്കുകയും വേണം. എം ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കഞ്ചാവ് നിയമവിധേയമാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം മാനവീയം വീഥിയിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചതിൽ പോലീസ് കേസെടുക്കില്ല. ഞായറാഴ്ച നടന്ന കൂട്ടായ്മയ്ക്കെതിരെ ആരും പരാതി നൽകാത്തതിനാൽ കേസെടുക്കാനാകില്ലെന്നാണ് പോലീസ് നിലപാട്. അതേപോലെ ഇത് ലീഗലൈസ് ചെയ്ത ഒരു സ്ഥലത്തുള്ള ആ സ്ഥലത്തുള്ള ആൾക്കാർ അവിടുത്തെ കുടുംബങ്ങളോ പ്രദീപ് സി നെടുമൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. പ്രദീപ്, ഈ കൂട്ടായ്മയ്ക്കെതിരെ ഒരുപാട് പേർ രംഗത്ത് വരികയും അഭിപ്രായം രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിലും കേസെടുക്കില്ല എന്ന് പോലീസ് പറയുന്നത് എന്തുകൊണ്ടാണ്? കൂട്ടായ്മയെ ബന്ധപ്പെട്ട് കേസെടുക്കേണ്ടതില്ല എന്നാണ് പോലീസിന്റെ തീരുമാനം. കാരണം ആരും പരാതി നൽകാത്ത സാഹചര്യത്തിൽ കേസെടുക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം പോലീസ് ഇത് സംബന്ധിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. മാനവീയം വീതിയിൽ 12 പേർ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തുവെന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കഞ്ചാവ് ഔഷധമായതിനാൽ അത് നിയമവിധേയമാക്കണമെന്നാണ് ഈ കൂട്ടായ്മയിൽ അവർ ആവശ്യമുയർത്തിയതെന്നും ആരും പരാതി ഇത് സംബന്ധിച്ച് നൽകാത്ത സാഹചര്യത്തിൽ സർക്കാർ കേസെടുക്കേണ്ടതില്ല എന്നും ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ട് ഉന്നത ഉദ്യോഗസ്ഥർക്ക് സമർപ്പിച്ചിട്ടുമുണ്ട്. തിരുവനന്തപുരത്തും കൊച്ചിയിലുമാണ് ഈ കൂട്ടായ്മ നടന്നത്. രാജ്യവ്യാപകമായി 16 കേന്ദ്രങ്ങളിൽ ഈ കൂട്ടായ്മ നടന്നിരുന്നു. കൂട്ടായ്മ നടന്നപ്പോൾ തന്നെ ചിലർ അതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. അതേസമയം തന്നെ ഇത് സംബന്ധിച്ച് ആരും പരാതി നൽകിയിട്ടില്ല. അതാണ് കേസെടുക്കാത്തതിന് കാരണമായി പോലീസ് ഉയർത്തിക്കാട്ടുന്നത്. പ്രദീപ് സി നെടുമണാണ് വിവരങ്ങൾ നൽകിയത്. റിപ്പബ്ലിക് ദിനത്തിൽ സ്കൂളുകളിൽ സ്ഥാപന മേധാവികൾ മാത്രമേ പതാക ഉയർത്താവൂ എന്ന് സർക്കാർ ഉത്തരവ്. സ്വാതന്ത്ര്യദിനത്തിൽ പാലക്കാട് കണ്ണകിയമ്മൻ സ്കൂളിൽ RSS മേധാവി മോഹൻ ഭാഗവത് പതാക ഉയർത്തിയതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് സർക്കാർ നടപടി. വി അരുൺ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, എന്താണ് ഈ ഉത്തരവിൽ പറയുന്നത്? കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ പാലക്കാട് കർണകിയമ്മൻ സ്കൂളിൽ RSS മേധാവി മോഹൻ ഭാഗവത് ദേശീയ പതാക ഉയർത്തിയിരുന്നു. ഇത് വിവാദമാവുകയും സർക്കാർ നിയമ നടപടിക്ക് തീരുമാനിക്കുകയും ചെയ്തു. ഇത്തവണയും അദ്ദേഹം റിപ്പബ്ലിക് ദിനത്തിലും അദ്ദേഹം ഇതേ സ്കൂളിൽ പതാക ഉയർത്തുമെന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകൾ RSS ആരംഭിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോഴത്തെ സർക്കുലറിന്റെ പ്രസക്തി. സാധാരണ എല്ലാ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ടും ഇത്തരം സർക്കുലർ സർക്കാർ പുറത്തിറക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ കർശന നിർദ്ദേശമാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. സ്ഥാപന മേധാവികൾ മാത്രം, അതായത് സ്കൂളുകളിൽ ഹെഡ് മാസ്റ്ററോ മാനേജറോ ആയിരിക്കും സ്ഥാപന മേധാവി, ഇവർ മാത്രമേ സ്കൂളുകളിൽ പതാക ഉയർത്താവൂ എന്നാണ് സർക്കുലറിലെ പ്രധാന നിർദ്ദേശം. ഇത് കർശനമായി പാലിക്കാൻ സർക്കാർ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് റൂം ലൈവ് തുടരുന്നു. വയനാട് കളക്ടറേറ്റിന് മുന്നിൽ ഒറ്റയ്ക്കൊരു കർഷകൻ നടത്തുന്ന സമരം 900 ദിവസത്തോടടുക്കുന്നു. വനം വകുപ്പ് പിടിച്ചെടുത്ത ഭൂമി തിരികെ ആവശ്യപ്പെട്ടാണ്
2.5 വർഷമായി ജെയിംസ് കുടിൽ കെട്ടി സമരം നടത്തുന്നത്. ഭൂമിയുടെ അവകാശം സംബന്ധിച്ച അനേക രേഖകളുടെ പകർപ്പാണിപ്പോൾ കാഞ്ഞിരത്തിനാൽ ജെയിംസിന് കൂട്ട്. മഴയും വെയിലുമേറ്റ് കളക്ടറേറ്റ് കവാടത്തിൽ കുത്തിയിരിപ്പ് 893 ദിവസം പിന്നിട്ടു. 1968 കുട്ടനാടൻ ഏലക്ക കമ്പനിയിൽ നിന്ന് ജെയിംസിന്റെ ഭാര്യാപിതാവ് വില കൊടുത്തു വാങ്ങിയ ഭൂമിയാണ് 1976 വനഭൂമിയാണെന്ന് കാണിച്ച് പിടിച്ചെടുത്തത്. വനഭൂമിയല്ലെന്നാണ് ജെയിംസിന്റെ വാദം. സർക്കാരിന് നീതി നടപ്പാക്കി തരാനായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ നടപ്പാക്കാമായിരുന്നു. അത് നടപ്പാക്കിയില്ല. സർക്കാരിലെ 2 അന്വേഷണം നടത്തി വെച്ചത്. അപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ട് വെച്ച് സർക്കാരല്ലേ ഹൈക്കോടതി സത്യവാങ്മൂലം കൊടുക്കേണ്ടത്. ഹൈക്കോടതിയിൽ ഗവൺമെന്റ് കൊടുക്കുന്നില്ലല്ലോ സത്യവാങ്മൂലം. ഗവൺമെന്റ് കൊടുക്കാതെ ഗവൺമെന്റ് കോടതിയിൽ ഇവരുടെ ഇത് കേസ് പരിഗണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് എതിർക്കുവന്നല്ലേ പറഞ്ഞത്. എതിർക്കുന്ന അവരെങ്ങനെയാണ് 2 അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് സത്യമാണെന്ന് എങ്ങനെയാണ് ഗവൺമെന്റ് പറയുക എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഹൈക്കോടതിയിലും വനഭൂമിയല്ലെന്ന് സാക്ഷ്യപ്പെടുത്താൻ സർക്കാർ തയ്യാറായില്ല. ഭൂമി വിട്ടുകിട്ടും വരെ സമരം തുടരാനാണ് ജെയിംസിന്റെ തീരുമാനം. കാർഷിക സംസ്കൃതിയുടെ നാട്ടിൽ, പട്ടിണി മൂലം കർഷകർ ആത്മഹത്യ ചെയ്യുന്ന നാട്ടിൽ ഒരു കർഷകൻ 3 വർഷത്തോളമായി നീതിക്ക് വേണ്ടി കലക്ടറേറ്റ് മുന്നിൽ സമരത്തിലാണ്. കേസ് കോടതിയിലെത്തിയെങ്കിലും സർക്കാരിനിതിൽ ഫലപ്രദമായ ഇടപെടൽ നടത്താൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നീതി ലഭിക്കുക തന്നെ ചെയ്യും. വയനാട്ടിൽ നിന്ന് ക്യാമറാമാൻ സ്വരൂപ് നിവേദ്യയ്ക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18. വാർത്തയുടെ വിശദാംശങ്ങളുമായി വിനേഷ് ചേരുന്നു. വിനേഷ്, ശ്രീജിത്തിന്റെ സമരം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് അതിൽ കൂടുതൽ കാലമായി സമരം നടത്തുന്ന ജെയിംസിന്റെ വാർത്ത കൂടി വരുന്നത്. എന്താണ് അധികൃതർ ഈ കാര്യത്തിൽ എടുക്കുന്ന നിലപാട്? ഇതുവരെയും യാതൊരു ഇടപെടലും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ലേ? രേണുക, നമുക്കറിയാം, ഞാനിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹം നിരാഹാരമിരിക്കുന്ന പന്തലിന് സമീപമാണ്. ഏകദേശം 893 ദിവസമായി അദ്ദേഹം ഇതേ ഇരിപ്പിരിക്കുകയാണ്. രാത്രി പകലൊന്നും വ്യത്യാസമില്ലാതെ ഇരിക്കുകയാണ്. കോഴിക്കോട് ബാംഗ്ലൂർ ദേശീയപാതയിൽ കൽപ്പറ്റ സിവിൽ സ്റ്റേഷനിലെ കളക്ടറേറ്റിന് മുമ്പിലാണ് അദ്ദേഹത്തിന്റെ നിരാഹാര സമരം നടക്കുന്നത്. സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും മറ്റുള്ളവരെല്ലാവരും പിന്തുണ അർപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ പിന്തുണ അർപ്പിച്ചിട്ട് പോലും രാഷ്ട്രീയമായ ഒരു തീരുമാനമുണ്ടാകാത്തതാണ് അദ്ദേഹത്തെ തിരിച്ചടിയായിരിക്കുന്നത്. 1968 അദ്ദേഹത്തിന്റെ ഭാര്യ-പിതാവായ കാഞ്ഞിരത്തിനാൽ ജോർജ് വാങ്ങിച്ച 12 ഏക്കർ ഭൂമിയാണ് 1976 വനം വകുപ്പ് വനഭൂമിയാണെന്ന് പറഞ്ഞ് പിടിച്ചെടുക്കുന്നത്. എന്നാൽ രേഖകളെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാണ് അദ്ദേഹത്തിന്റെ ഭൂമി വനം വകുപ്പിന് മാറിപ്പോയതാണ്. അങ്ങനെ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്. ഈ അന്വേഷണ റിപ്പോർട്ടുകളിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഭൂമിയിൽ ക്രമക്കേട് നടന്നിരിക്കുന്നു, അതല്ലെങ്കിൽ വനം വകുപ്പിന് തെറ്റുപറ്റിയിരിക്കുന്നു. നഷ്ടപ്പെട്ട 12 ഏക്കർ ഭൂമി മറ്റൊരു രീതിയിലേക്ക് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കർഷകൻ ഈ രീതിയിൽ ദ്രോഹിച്ച് എന്നുള്ളൊരു വിവരമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നതും രേഖകളിലൂടെയും വ്യക്തമാണ്. നമുക്കറിയാം, ഏകദേശം 40 വർഷത്തോളം നീണ്ട പോരാട്ടം നടത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ-പിതാവായ കാഞ്ഞിരത്തിനാൽ ജോർജ് മരിക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ കാഞ്ഞിരത്തിനാൽ ജെയിംസ് ആ സമരം ഏറ്റെടുക്കുകയും കലക്ടറേറ്റിന് മുമ്പിൽ ഇപ്പോൾ 893 ദിവസമായി അദ്ദേഹം സമരം തുടരുകയാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നത് അദ്ദേഹത്തിനെ സഹായിക്കുന്ന സമരസമിതി പ്രവർത്തകരാണ്. സഹായ സമിതി പ്രവർത്തകരായ ഷൈജൽ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഷൈജൽ, ഇദ്ദേഹത്തിന്റെ പോരാട്ടം ഇപ്പോൾ ഏകദേശം 893 ദിവസമായിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടോ ഇതിൽ? ഈ സമരത്തിലെ ഇപ്പോഴത്തെ ഘട്ടമെന്ന് പറയുന്നത് ഈ ആളുകൾ ഇദ്ദേഹത്തിന്റെ കൂടെ നിന്നിരുന്ന ആളുകൾ ഇദ്ദേഹത്തെ വഞ്ചിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇതിലൊരു പ്രതീക്ഷയ്ക്ക് വക വരുന്നത് ഇതിലെ നേരത്തെ സമരത്തിന് നേതൃത്വം കൊടുത്തിരുന്ന രാഷ്ട്രീയ നേതൃത്വം ഇന്ന് അധികാരത്തിലിരിക്കുന്നു. അവർ രാഷ്ട്രീയപരമായൊരു തീരുമാനമെടുത്താൽ, ഇന്ന് ഗവൺമെന്റ് ഇച്ഛാശക്തിയോട് തീരുമാനമെടുത്താൽ ഈ ഭൂമിയുടെ നോട്ടിഫിക്കേഷൻ റദ്ദ് ചെയ്ത് ഈ ഭൂമിയുടെ സത്യം കോടതിയെ ബോധിപ്പിക്കാൻ ഒരു തീരുമാനമെടുത്താൽ ഈ നിമിഷം ഈ സമയം അവസാനിക്കും. വളരെ കൃത്യമായ കാര്യമാണ്. ആ കാര്യം ഇന്ന് അവർ പോലും അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ എന്തോ ഒരു ഈഗോ പ്രശ്നം അല്ലെങ്കിൽ ആത്മാർത്ഥ ഇല്ലായ്മ കൊണ്ട് അതിങ്ങനെ നീണ്ടുപോകുന്നു എന്ന് മാത്രം. അതെ, ഇതിൽ KCYM പോലുള്ള സംഘടനകളും ശക്തമായ സമരപരിപാടികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു. അതിന്റെ KCYMന്റെ മാനന്തവാടി രൂപത ഡയറക്ടറായ ഫാദർ ലാൽ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തായിരുന്നു ഇതിനൊരു പ്രതീക്ഷയുണ്ടോ? എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ ഒരുപാട് സമരങ്ങൾ നടത്തിയതല്ലേ? അതായത് ഗവൺമെന്റ് തന്നെ 2 അന്വേഷണ കമ്മീഷനെ നിയമിച്ചിരുന്നു. ആ 2 അന്വേഷണ കമ്മീഷനും പറയുന്നത് ഗവൺമെന്റിന് തെറ്റുപറ്റിയിട്ടുണ്ട്, സ്ഥലം ഇദ്ദേഹത്തിന്റെ അവകാശമാണ്, അത് കൊടുക്കണമെന്നുള്ളതാണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ സമരം നടത്തിയിട്ടുണ്ട്, ഞങ്ങൾ മാത്രമല്ല പലരും ഇവിടെ സമരം നടത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു സമയത്ത് പറയാനുള്ളത്, ജുഡീഷ്യറി പോലും ഇപ്പോൾ നീതിക്ക് വേണ്ടി മാധ്യമങ്ങളെ ആശ്രയിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് മാധ്യമങ്ങൾ ഈ സത്യത്തെ ഒന്ന് പുറത്തു കൊണ്ടുവരണം, ഈ ഒരു വിഷയം ചർച്ച ചെയ്യണം, അങ്ങനെ ഇദ്ദേഹത്തിന് നീതി ലഭ്യമാക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. മറ്റൊരു സാമൂഹ്യ പ്രവർത്തകൻ ചേരുന്നു. എൻ്റെ പേര് അയ്യൂബ്.
നമ്മൾക്ക് ഇതിൽ ഈ ഉദ്യോഗസ്ഥർ ഇതിന് അനാസ്ഥ കാണിക്കുന്നതാണ് നമുക്ക് പ്രത്യേകം പറയാനുള്ളത്. ഉദ്യോഗസ്ഥർ ഇതിന് വേണ്ട രീതിയിലുള്ള നടപടിക്രമങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഇയാൾക്ക് ഇത് ചെയ്തു കൊടുക്കാൻ കഴിയും. ഇതിൽ സജീവമായി ഇടപെട്ട മറ്റൊരാളാണ് സാലിഹ് റാട്ടക്കൊല്ലി. സാലിഹ്, എന്താണ് ഇപ്പോൾ ഇതിലെന്തെങ്കിലും ഭാവി എന്താണ്? ഈ സമരത്തിൽ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? അദ്ദേഹത്തിന് നീതി ലഭിക്കുമോ? തീർച്ചയായും നീതി ലഭിക്കണം. കഴിഞ്ഞ 40 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവും അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹം ഏറ്റെടുത്തൊരു വലിയ സമരമാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇയാൾക്ക് അനുകൂലമായി സബ് കളക്ടർ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. 2008 കാലഘട്ടത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്തും വിജിലൻസ് റിപ്പോർട്ട് അദ്ദേഹത്തിന് അനുകൂലമാണ്. എന്നാൽ ഇതെല്ലാം കോടതിയിൽ സമർപ്പിക്കുന്നതിന് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ തയ്യാറാവുന്നില്ല. തീർച്ചയായും ഇതിന് തയ്യാറായി കഴിഞ്ഞാൽ പാവപ്പെട്ട ഈ കുടുംബത്തിന് നീതി ലഭിക്കും. ശരി വിനേഷ്, സമയപരിമിതി കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. എന്തായാലും അടിയന്തരമായ ഇടപെടലാണ് ഇതിൽ വേണ്ടത്. കർഷകന്റെ സമരം 3ാം വർഷത്തേക്ക് കടക്കുകയാണ്. ഒരുപാട് അന്വേഷണ റിപ്പോർട്ടുകൾ അനുകൂലമായി ഉണ്ടായിട്ടും അതിൽ അദ്ദേഹത്തിന്റെ ആവശ്യം അംഗീകരിക്കപ്പെടുന്നില്ല എന്നതാണ് വസ്തുത. അടിയന്തരമായ ഇടപെടലാണ് തേടുന്നത്. വിനേഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ UDF ഹർത്താലിനിടെ വ്യാപക അക്രമം. ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടയുന്നു. പാലക്കാട് മലപ്പുറം ദേശീയപാതയിൽ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. മാധ്യമപ്രവർത്തകർക്ക് നേരെയും ഹർത്താൽ അനുകൂലികളുടെ കയ്യേറ്റ ശ്രമമുണ്ടായി. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നു. സുർജിത്ത്, ഇപ്പോഴും ഹർത്താലിനിടെ അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? എന്താണ് അവിടെ നിന്നുമുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? രേണുക, വലിയ രീതിയിലുള്ള അക്രമം തന്നെയാണ് ഹർത്താലിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നത്. പെരിന്തൽമണ്ണ താലൂക്ക് പരിധിയിലാണ് മുസ്ലിം ലീഗും ഒപ്പം തന്നെ UDFും ഹർത്താൽ പ്രഖ്യാപിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അക്രമം രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പുലാമന്തോൾ തുടങ്ങിയാൽ, ജില്ലയുടെ അതിർത്തിയായ പുലാമന്തോൾ തുടങ്ങിയാൽ പെരിന്തൽമണ്ണ വരെയും പലയിടങ്ങളിലും വാഹനം തടയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാലക്കാട് മലപ്പുറം ദേശീയപാതയിൽ എല്ലായിടത്തും തന്നെ വാഹനങ്ങൾ, ഓരോ ജംഗ്ഷനിലും വാഹനങ്ങൾ മുസ്ലിം ലീഗ് പ്രവർത്തകർ കൂട്ടമായി എത്തി തടയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. മക്കരപ്പറമ്പ്, അങ്ങാടിപ്പുറം തുടങ്ങിയ മേഖലയിലെല്ലാം തന്നെ ഇതുപോലെ വാഹനങ്ങൾ ബാരിക്കേഡുകളും മരവും കല്ലും ഉപയോഗിച്ചുകൊണ്ട് തടയുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ഒപ്പം തന്നെ ആളുകളെ, യാത്രക്കാരായിട്ടുള്ള ആളുകളെ എല്ലാം തന്നെ തിരിച്ച് അയക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണുള്ളത്. ഇതിനിടയിലാണ് അങ്ങാടിപ്പുറത്ത് വെച്ച് മാധ്യമ സംഘത്തിന് നേരെയും കയ്യേറ്റമുണ്ടായത്. മാതൃഭൂമി റിപ്പോർട്ടറായ മുഹമ്മദ് റൌഫൽ, ക്യാമറാമാൻ ആയിട്ടുള്ള സന്ദീപ്, പിന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെല്ലാം തന്നെ ഈ കയ്യേറ്റം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഭീകരാന്തരീക്ഷമാണ് ഹർത്താൽ അനുകൂലികൾ സൃഷ്ടിക്കുന്നത്. നേതൃത്വത്തിന്റെ വാക്ക് കേൾക്കാൻ വേണ്ടി അണികൾ തയ്യാറാകാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. പോലീസ് എല്ലാത്തിനും സാക്ഷിയായി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ആ വിധത്തിൽ അക്രമ പരമ്പരകൾ ഇപ്പോഴും തുടരുന്ന ഈ മലപ്പുറം പെരിന്തൽമണ്ണയിലുള്ളത്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.